Hi everyone, welcome to day 5 of our self-love evolution challenge. ഇന്ന് ഫസ്റ്റ്ലി ഞാൻ ഒരു ചോദ്യം കൊണ്ട് തന്നെ തുടങ്ങാം. നിങ്ങൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്? പലരും പറയും എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്ക് ഒരുപാട് പണം വേണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആകണം. പക്ഷെ അതൊക്കെ എങ്ങനെ, എപ്പോൾ? ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം ദിശയറിയാതെ കടലിൽ ഒഴുകുന്ന ഒരു തോണി പോലെയാണ്. ഇന്ന് നമ്മൾ ആ ഒരു തോണിക്ക് ഒരു ദിശ നൽകാൻ പോവുകയാണ്. നമ്മുടെയൊക്കെ ഡിക്ഷണറിയിലെ ഏറ്റവും വലിയ ശത്രു ഏതാണെന്നറിയാമോ? അത് സംഡേ, എന്നെങ്കിലും എന്ന ഒരു വാക്കാണ്. എന്നെങ്കിലും ഞാൻ പഠിച്ചു തുടങ്ങും, ഒരു ദിവസം ഞാൻ പഠിക്കും, ഒരു ദിവസം ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഒരു ദിവസം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കും. ഓർക്കുക, സംഡേ ഈസ് നോട്ട് എ ഡേ ഓഫ് ദ വീക്ക്. നിങ്ങൾ ഇന്ന് തുടങ്ങാത്തൊരു കാര്യം നാളെ തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നത് വെറും ഒരു ആശ്വാസം മാത്രമാണ്. നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങൾ കാണാൻ പേടിക്കുന്നത് പരാജയപ്പെടുമോ എന്നോർത്തു മാത്രമല്ല, മറിച്ച് ആ ഒരു ഡ്രീമിന് പിന്നാലെ പോകാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ഗോൾസ് വെറും സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കണം. നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം വെറും വീട്ടുജോലികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. സോ ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ് വിഷിംഗ് ആൻഡ് സ്റ്റാർട്ട് പ്ലാനിങ്. സോ ഇന്നത്തെ നമ്മുടെ ടിപ്പ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ദ ലോ ഓഫ് 1%. നമ്മൾ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ മലകൾ കാണുന്നത് പോലെ പേടിക്കാറുണ്ട്. ആ പേടി മാറാൻ ഒരേ ഒരു വഴിയുള്ളൂ. അതിനെ മൈക്രോ സ്റ്റെപ്സ് ആക്കിയിട്ട് മാറ്റുക, ചെറുതാക്കുക. നിങ്ങൾക്കൊരു വലിയ മാറ്റം ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അത് സംഭവിക്കില്ല. പകരം ഓരോ ദിവസവും വെറും 1% മാത്രം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു ദിവസം ഒരു 10 പേജ് വായിക്കുക, ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് ഒരു പുതിയൊരു സ്കില്ല് പഠിക്കുക, ഒരു ദിവസം 5 പുതിയ ന്യൂ വേർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഈ ഒരു 1% മാറ്റങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റും എന്നുള്ളതാണ്. ആൻഡ് ഡോണ്ട് എയിം ഫോർ പെർഫെക്ഷൻ, എയിം ഫോർ യുവർ പ്രോഗ്രസ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. അടുത്ത 3 മന്ത്സിനുള്ളിൽ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ പഠനത്തിലാകാം, കരിയറിലാകാം, അല്ലെങ്കിൽ ഹെൽത്തിലാകാം, എന്തും ആയിക്കോട്ടെ. അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. എനിക്ക് നന്നായി പഠിക്കണം എന്നല്ല എഴുതേണ്ടത്. പകരം അടുത്ത 3 മാസത്തിനുള്ളിൽ ഞാൻ എത്ര സബ്ജക്റ്റുകൾ തീർക്കും, അതായത് ഞാൻ അടുത്ത 3 മാസത്തിനുള്ളിൽ ഞാൻ 2 സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് എഴുതുക. എന്നിട്ട് അതിന് താഴെ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ആക്ഷൻസ് ആണ് നിങ്ങൾ എടുക്കുക, അതിൽ ഏറ്റവും ചെറിയൊരു കാര്യം, സ്മോളസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എഴുതുക. ശരിക്കും നമ്മൾ ഈ എഴുതുന്നത് കൊണ്ട് അതൊരു മാജിക്കലായിട്ട് യാഥാർത്ഥ്യമാകാൻ തുടക്കും എന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഡേ 5 ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു 3 ലക്ഷ്യങ്ങളിൽ ഒരെണ്ണം ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ബിക്കോസ് നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഗോളിനോട് നിങ്ങൾ കൂടുതൽ കമ്മിറ്റഡ് ആകും. അതുപോലെ തന്നെ ഈ ഒരു 21 ഡേയ്സ് ജേർണി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടിന് നമ്മളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ സീ യു ടുമോറോ. താങ്ക്സ് ഫോർ വാച്ചിങ്.